താമരശ്ശേരിയിലെ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോൾ ഒന്നുകൂടി കത്തിപ്പടരുകയാണ്. സർക്കാർ സ്റ്റോപ്പ് മെമ്മോ നൽകി അടച്ചുപൂട്ടി, കോടതി സ്റ്റേ ചെയ്തു തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി അനുമതി നൽകി. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ള ഭരണാധികാരികളോട് സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന ഒരു പ്രത്യേകത ആ വിധിയുടെ ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു. എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്ന കാര്യം നമുക്ക് പരിശോധിക്കാം. സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടനുബന്ധിച്ച് തന്നെ കൊടുവള്ളി MLA ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പത്രക്കാരെ കണ്ടു, മീഡിയക്കാരോട് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിശദീകരണം നൽകി. തങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, മുഖ്യമന്ത്രിയോടും ബന്ധപ്പെട്ടവരോടും പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലും ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇത് അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെ അന്നത്തെ ആ സമയത്തെ ഈ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന UDFൻ്റെ സലീം മടവൂർ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അതിനെക്കുറിച്ചൊരു വിശദീകരണ കുറിപ്പ് നൽകി. അഥവാ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എടുത്ത തീരുമാനങ്ങൾ, ആ തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ വിശദീകരണ കുറിപ്പിൽ യഥാർത്ഥത്തിൽ ഇത് പൂർണ്ണമായി അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഭാഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ട് അഭിപ്രായ രീതിയിലാണ് വന്നത്. ഇന്നത്തെ സായാഹ്നത്തിൽ എങ്ങനെ വന്നു? കോടതി സ്റ്റേ ചെയ്തായിരിക്കുന്ന പ്രസ്താവനയും പുറത്തു വന്നു. ഇത് സർക്കാരിൻ്റെ നിലപാടിനെ കോടതി സ്റ്റേ ചെയ്തു എന്ന് വെച്ചാൽ ആദ്യം എങ്ങനെയാണോ ഫ്രഷ് കട്ട് പ്രവർത്തിച്ചത് അങ്ങനെ പ്രവർത്തിക്കാം എന്നാണ് അതിൻ്റെ അനുമാനം എന്ന് ചുരുക്കം. 2025 അതായത് കഴിഞ്ഞ വർഷമാണ് വലിയ രീതിയിൽ ജനകീയ പ്രക്ഷോഭമായിട്ട് ഇത് മാറിയത്. പ്രക്ഷോഭമായി മാറി എന്ന് മാത്രമല്ല, താൽക്കാലികപരമായ രീതിയിൽ പ്ലാന്റ് അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തു. തുടർന്ന് ജില്ലാ ഭരണകൂടം കർശന ഉപാധികളോടെ പ്രവർത്തനത്തിന് അനുമതി നൽകി. അവ വീണ്ടും പ്രവർത്തനം തുടങ്ങി. പിന്നെ സംസ്കരിക്കുന്ന മാലിന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില അളവ് കുറക്കാൻ വേണ്ടിയിട്ടൊരു വ്യവസ്ഥ അതിൻ്റെ കൂടെ പറഞ്ഞിരുന്നു. അളവ് കുറക്കാൻ വ്യവസ്ഥ ഉണ്ട് എന്നല്ലാതെ എത്രത്തോളം ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന് പരിശോധിക്കാനുള്ള സംവിധാന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. 2026 പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കുന്നു. പ്രക്ഷോഭവുമായി നാട്ടുകാർ രംഗത്ത് വരുന്നു. ഇവിടെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഈ ഫ്രഷ് കട്ട് അടച്ച് പൂട്ടുന്നതിനേക്കാളേറെ ചെയ്യേണ്ട കാര്യം, സർക്കാരും ബന്ധപ്പെട്ടവർ MLA അടക്കമുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ ഒരു 100-300ഓളം പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഒഴിവാക്കാനുള്ള പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്. ഈ ഫ്രഷ് കട്ട് എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ബാധ്യതയാണ്. എല്ലാവരും കൂടി സംയുക്തമായ രീതിയിലാണ് അത് അനുഭവിക്കുന്നത്. അതിൻ്റെ വാസനയൊക്കെ പുറത്തോട്ട് വരുന്ന സമയത്ത് ഒരു കുടുംബം മാത്രമല്ല, മൊത്തം കുടുംബവും മൊത്തം പ്രദേശത്തുള്ളവരും ചുറ്റുപാടുള്ളവരും അനുഭവിക്കുന്നു. കേസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. ആ വ്യക്തിയും ആ കുടുംബം മാത്രം അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അടച്ചുപൂട്ടലല്ല, അടച്ച് ഘട്ടം ഘട്ടമായിട്ട് പൂട്ടട്ടെ. കേസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ 8 കേസ് രജിസ്റ്റർ ചെയ്ത്, കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് 8 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ 8 കേസ് രജിസ്റ്റർ ചെയ്ത് 123 കൃത്യമായിരിക്കുന്ന പ്രതികൾ ചേർത്തപ്പെട്ടിട്ടുണ്ട്. അവിടെ മാത്രം അവസാനിച്ചിട്ടില്ല. 150 മുതൽ 300ഓളം പേർക്കെതിരെ കേസ് ഉണ്ടായിട്ടുണ്ട്. അത് പലതരത്തിലും പല രീതിയിലുമാണ്. ജയിലിൽ പോയവരുണ്ട്, ജയിൽവാസം അനുഭവിച്ചവരുണ്ട്, കേസിനിപ്പോൾ കോടതി കയറി ഇറങ്ങുന്നവരുണ്ട്, ഒളിവിൽ പോയവരുണ്ട്, ഇപ്പോഴും ഒളിവിൽ നിൽക്കുന്നവരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കുടുംബം തന്നെ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലേക്ക് നീങ്ങുന്ന സമയത്ത്. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നടന്നതെന്ന് വെച്ചാൽ 2025 കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം 25 അക്രമാസക്തമായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെയാണ്. യഥാർത്ഥത്തിൽ അവിടെ 7 വലിയ വാഹനങ്ങൾ തകർത്തിട്ടുണ്ട്, കത്തിച്ചിട്ടുണ്ട് എന്നും കാണുന്നു, തകർത്തിട്ടുണ്ട് എന്നും കാണുന്നു. ഒരു ഓട്ടോറിക്ഷ കത്തിയിട്ടുണ്ട്, 3 ഇരുചക്ര വാഹനങ്ങൾ തകരുകയോ കത്തുകയോ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രക്ഷോഭകാരികളല്ല ഈ പ്രവൃത്തി ചെയ്തത് എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. കാരണം പ്രക്ഷോഭകാരികൾ എന്ന് പറയുന്ന സമരാനുകൂലികൾ എന്ന് പറയുന്ന സമയത്ത് ഒരു ജനാധിപത്യപരമായ രീതിയിലുള്ള സമരം മാത്രമേ സ്വാഭാവികമായി ഇത്തരം ഗ്രാമീണ മേഖലയിൽ പശ്ചാത്തലത്തിൽ ഉണ്ടാവും. മാത്രവുമല്ല, അത് ജനകീയ പ്രക്ഷോഭം എന്ന് പറയുന്ന സമയത്ത് സ്ത്രീകളും കുട്ടികളും എല്ലാവരും സംയുക്തമായ രീതിയിൽ ഒരു കുടുംബ പ്രതിരോധമാണ്. അവിടെ ഈ കത്തിക്കലും ഇത്തരം വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ക്രിമിനൽ വിഭാഗങ്ങൾ ചില സമയത്തുള്ളൊക്കെ പ്രകടനമൊക്കെ നടത്തുന്ന സമയത്ത് കൂട്ടത്തിൽ നുഴഞ്ഞു കയറിയിട്ട് എതിർ പാർട്ടിക്കാർ പ്രകടനം നടത്തുന്നവരെ കല്ലെറിയുന്ന ഒരു രീതിയുണ്ട്. അതിന് സമാനമായിരിക്കും സ്ഥിതിയാണോ സംഭവം നടന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, ഒറ്റ CCTV ക്യാമറ ഒക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്. ആര് തകർക്കപ്പെട്ടു?
അതിനെക്കുറിച്ചൊന്നും വിവരമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു നാടകം പോലെ എല്ലാം കൂടി സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് പ്രവൃത്തി നടത്തിയതാണോ എന്ന് സംശയിക്കാവുന്ന രീതിയിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പല ആളുകളിൽ നിന്നും സംസാരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ CCTV നശിപ്പിച്ചത് നമ്മൾ പറഞ്ഞു, വാഹനങ്ങൾ കത്തിച്ചു, ഫയർഫോഴ്സിനെ തടഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്രിമിനൽ കേസ് അതിൽ വന്നിട്ടുണ്ട്. ഫയർഫോഴ്സ് യഥാർത്ഥം തടയാൻ പാടില്ല, ആംബുലൻസ് തടയുമ്പോൾ തന്നെയാണ്. പക്ഷേ ആ തടയുന്ന സമയത്ത് അതിനനുസരിച്ച് ഇവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് ഇവർ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ പോലീസ് ലെവൽ അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ പുതിയ ഈ തീയിട്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ 5 കോടി രൂപയുടെയെങ്കിലും നഷ്ടമുണ്ട് എന്നാണ് പറയുന്നത്. ഒരു വാഹനത്തിൽ അവിടേക്ക് എത്തിയിരിക്കുന്ന തൊഴിലാളിയുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗങ്ങൾ അങ്ങനെ തന്നെ അവിടെ അടച്ച് ഇട്ടതിന് ശേഷമാണ് പല ഭാഗങ്ങളും തീ പടർന്നത് എന്നതിനാൽ ഇവർക്കെതിരെ കൊലപാതക കുറ്റത്തിനാണ് കേസ് ചാർജ് ചെയ്തത് എന്നും ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം ഫ്രഷ് കട്ടിനേക്കാണ് ഏറെ. ഫ്രഷ് കട്ട് എന്ന് പറഞ്ഞപ്പോൾ വെള്ളം കയറി, ആ ഭാഗത്ത് വെള്ളം കയറിയതോടുകൂടി ഇതിലുള്ള മലിന വസ്തുക്കളെല്ലാം ഇരുതുള്ളിപ്പുഴ എന്ന് പറയുന്ന കുടിവെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്ന പുഴയിലേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മലിനം വീണ്ടും മലിനമാകുന്ന രീതിയാണ്. നമ്മൾക്ക് ഇതിൽ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ആ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പോൾ കൊടുവള്ളിയിലെ MLA ബന്ധപ്പെട്ടവരൊക്കെ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഉത്തരവുണ്ടായത്. ഉത്തരവ് വന്ന് നോക്കാം. അതിൽ പറയുന്ന ഉത്തരവ് ഇങ്ങനെയാണ്: ഈ രേഖ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 2026 ഓഗസ്റ്റ് 5 പുറപ്പെടുവിച്ച ക്ലോസർ ഓർഡറാണ്. നമ്മൾ ആ ഇംഗ്ലീഷിൻ്റെ തർജ്ജമായിട്ടാണ് പറയുന്നത്. രേഖയിലെ പ്രധാന കാര്യങ്ങൾ: കമ്പനി ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രൊഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, സ്ഥലം സിൽവർ സാൻഡ് ക്രഷറിന് സമീപം, എരുത്, അമ്പായത്തോട്, കരിമ്പലക്കുന്ന്, PO താമരശ്ശേരി, കരിമ്പാലക്കുന്ന്. ഉത്തരവ്: യൂണിറ്റിൻ്റെ എല്ലാ പ്രവർത്തനവും ഉടൻ നിർത്തി വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് യൂണിറ്റ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം. നിയമപരമായിരിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 സെക്ഷൻ 33A, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981 സെക്ഷൻ 31A. അവർ അടച്ചുപൂട്ടാനുള്ള വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. കാരണങ്ങൾ പറയുന്നത് മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ആവർത്തിച്ചുള്ള പരാതികൾ, യൂണിറ്റിനെതിരായ പരിശോധനകളിൽ കണ്ടെത്തിയ ലംഘനങ്ങൾ, പരിസ്ഥിതി നഷ്ടപരിഹാരം, എൻവിറോൺമെൻറ്റൽ കോമ്പൻസേഷൻ ഈടാക്കിയത്, മാലിന്യ ജലത്തിൻ്റെ ഒഴുക്ക് മൂലം നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് തുടരുന്നതായി ബോർഡ് കണ്ടെത്തിയത്, പൊതുജന പരാതികൾ തുടരുന്നത്. ഇഷ്ടംപോലെ ഈ പരാതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഈ രേഖ പ്രകാരം 2026 ഓഗസ്റ്റ് 5 മുതൽ പ്രാബല്യത്തിൽ വരുന്ന അടച്ചുപൂട്ടൽ ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നു. ഇതാണ് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ഉത്തരവിൻ്റെ കോപ്പിയുടെ തർജ്ജമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്തു? അവർ കോടതി പോകുന്നു. കോടതി ആ ഉത്തരവിന് സ്റ്റേ വാങ്ങിയ സമയത്ത് പിന്നീട് ഈ പ്രവർത്തനം ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. സ്റ്റേ വരുന്ന സമയത്ത് അങ്ങനെ തന്നെയാണല്ലോ അത് വരിക. ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ അത് നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോ ഈ സ്ഥലം സന്ദർശിക്കണം എന്ന് പറയും. ഇതൊക്കെ ഒരുപാട് സന്ദർശിച്ചതും ഒരുപാട് പരിശോധന നടത്തിയതും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായതും കേരളാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുമായിരിക്കുന്ന വലിയൊരു വിഷയമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഇത് കുറേ നിയമപ്രശ്നങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരു പൊതുകാര്യമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും അത് UDFൻ്റെ ഭരണ സംവിധാനവുമായിട്ട് ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്നാണ്. ഇവിടെ ഫ്രഷ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ ഇടപെടൽ നടത്തിയിട്ട് അത് അടിച്ചുപൂട്ടും. ന്യായമാണ്, അതിൽ അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് അത് വേണ്ടത്, അഭിപ്രായമൊന്നുമില്ല. അത് കോടതി സ്റ്റേ ചെയ്യുന്ന സമയത്ത് അതിൽ പിന്നെ ഇടപെടാനുള്ള പരിമിതികൾ സ്വാഭാവികമായിട്ട് സർക്കാരിനുണ്ടാവും. അതിനൊക്കെ പരിമിതികളുണ്ട്. പക്ഷേ ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, അത് ചെയ്തിട്ടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഫ്രഷ് കട്ട് അടിച്ചു പൂട്ടുന്നത് 2ാം ഭാഗത്തിലേക്ക് മാറ്റി വെക്കണം. അങ്ങനെ പോട്ടെ, കുറേ നിയമപ്രശ്നം സർക്കാരിൻ്റെ വിഷയം ആട്ടുംകൊണ്ടൊക്കെ പോട്ടെ. കേസ് പിൻവലിക്കാത്തത് എന്താണ്? കേസ് പിൻവലിക്കണം. അത് ഓരോരോ കുടുംബത്തിനെയും വലിയ രീതിയിൽ ബാധിക്കുന്നതാണ് പോലീസ് കേസ് എന്ന് പറഞ്ഞാൽ. വല്ലാത്ത രീതിയിൽ മാനസികമായിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടും സ്ത്രീകളും കുട്ടികളും അവിടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളടക്കം അനുഭവിക്കേണ്ടി വരും. ഇപ്പോഴും ഒളിവിലുള്ളവരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് സ്റ്റേ ചെയ്യാനൊരു സംവിധാനം ഇല്ലല്ലോ. സർക്കാർ എടുത്ത അല്ലെ പോലീസ് എടുത്ത കേസ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അതിനെതിരെ ആരും കോടതിയിലൊന്നും പോകില്ലല്ലോ. കാരണം വെച്ചാൽ ഇതിലെല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഒരു UDF സംവിധാനമല്ല, LDF ഉണ്ട്, BJP ഉണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ട്, ലീഗുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംയുക്തമായ രീതിയിൽ ഇതിൽ പ്രതിസ്ഥാനത്തുണ്ട്. എല്ലാവരും അനുഭവിച്ചവരാണ്.
എല്ലാവരും അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഫ്രഷ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേ നിയമപ്രകാരം ഒരുപാട് പണം മുടക്കിയിട്ടുണ്ട്. 5 കോടി രൂപയുടെ നഷ്ടയിൽ പറയുന്നുണ്ട് അവർ. 7 വാഹനങ്ങൾ വലുതും 3 ബൈക്കുകളും ഒരു ഓട്ടോയും കത്തിച്ചിട്ടുണ്ട്, അല്ലെ തകർക്കപ്പെട്ടിട്ടുണ്ട് പറയുന്നുണ്ട്. വലിയ ഭീമായിരിക്കുന്ന സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. യാഥാർത്ഥ്യം സത്യവും യഥാർത്ഥ പ്രതികളും ഒരുപക്ഷെ പിടിക്കപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നതിനെന്തോ. പക്ഷെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രഷ് കട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട അടച്ചുപൂട്ടലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് 2ാം ഘട്ടം സംസാരിക്കാം. ആദ്യ ഘട്ടത്തിൽ ചെയ്യേണ്ടത് ഈ പാവങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ അതങ്ങോട്ട് പിൻവലിക്കുക. ആ വിഷയത്തിൽ വലിയ ഇടപെടൽ സർക്കാർ നടത്തണം എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം.